നമസ്കാരം, ഞാൻ ഡോക്ടർ അനന്ത് സഹദേവൻ, കൺസൾട്ടൻറ്റ് സർജൻ, കല്ലിശ്ശേരിയിലെ KM ചെറിയൻ ഹോസ്പിറ്റൽ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഏനൽ ഫിസ്റ്റുല അല്ലെ ഫിസ്റ്റുല ഇൻ ഏനം എന്നൊരു അസുഖത്തിനെ കുറിച്ചാണ്. ഇത് യൂഷ്വലി എല്ലാവരും കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലദ്വാരത്തിന് സൈഡിൽ എവിടെയെങ്കിലും കുറച്ച് പഴുപ്പ് വരുന്നു, ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നു, ചില സമയങ്ങളിൽ വേദന കാണും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസ്റ്റുല എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. ഇത് യൂഷ്വലി നമ്മൾ മലം മുറുകി പോകുന്നത് കൊണ്ട് ഈ ഏനൽ ഗ്ലാൻസിനൊക്കെ ചെറിയ ഇൻഫെക്ഷൻസ് വന്ന് അവിടെ ചെറിയ മുറിവുകളുണ്ടായിട്ട് അവിടെ ചുറ്റുമുള്ള ഗ്രന്ഥികളിലൊക്കെ കുറച്ച് വീക്കം വരികയും ഇൻഫെക്ഷൻ വരികയും ചെയ്യുന്നതിന് ശേഷം അവിടെ പഴുപ്പായിട്ട് അത് വെളിയിലോട്ട് പൊട്ടി സ്കിന്നിലൂടെ വരുന്നതിനാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരറ്റം യൂഷ്വലി നമ്മുടെ മലദ്വാരത്തിൻ്റെ അകത്തും ഒന്ന് സ്കിന്നിലും ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷനിൽ ആ മുറിവ്, ആ ഒരു വഴി അടഞ്ഞു പോകാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കരിഞ്ഞാലും ആ ഇൻഫെക്ഷൻ കുറയുന്നതിനനുസരിച്ച് അവിടെ നിന്ന് വരുന്ന പഴുപ്പ് കുറഞ്ഞാലും ആ വഴി അടഞ്ഞു പോയില്ല. അതുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ച് പിന്നെയും വരാറുണ്ട്. അപ്പം ഈ ഫിസ്റ്റുല എന്ന് പറയുന്ന ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളതാണ്. അതിൽ പല കാരണം ഈ പറഞ്ഞ പോലെ മല മുറുകി പോകുന്ന പോലെ തന്നെ നമുക്ക് വേറെ ചെറിയ ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ ചില അസുഖങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ എന്തുകൊണ്ട് ഫിസ്റ്റുല വന്നു എന്നുള്ളതാണ് നമ്മൾ പ്രൈമറി ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം അഥവാ ക്രോൺസ് ഡിസീസ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണെങ്കിൽ ആ ക്രോൺസ് ഡിസീസ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മല മുറുകിപ്പോകുന്നൊരു കണ്ടീഷനുള്ള ഒരാളാണെങ്കിൽ ആ മുറുകിപ്പോകുന്നത് നമ്മുടെ ഡയറ്റ് ഹാബിറ്റ്സ് കൊണ്ടാണോ മലദ്വാരത്തിൻ്റെ വ്യാസക്കുറവ് കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഡയറ്റ് ഹാബിറ്റ്സ് കൊണ്ടുള്ളതാണെങ്കിൽ ഫൈബറുള്ള ഡയറ്റ് കൂട്ടുകയും വെള്ളം കുടിക്കുന്നത് കുറവുള്ള ഒരാൾ വെള്ളം കുടിക്കുന്നത് കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫിസ്റ്റുല എന്നൊരു അസുഖം ഇപ്പോൾ ഉള്ള ആ അസുഖത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സർജിക്കൽ ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ മരുന്നുകൾ ആ ഒരു ട്രാക്റ്റ് അല്ല ആ ഒരു വഴിയെ നമുക്ക് എടുത്തു മാറ്റി കളഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മരുന്നിൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ആ സർജിക്കൽ ഓപ്ഷൻസിൽ പലതരം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് പറയുന്ന ലേസർ ഓപ്ഷൻസും എല്ലാം ഉണ്ട്. നമ്മൾ പൊതുവേ ചെയ്തു വരുന്നത് ഫിസ്റ്റുലെക്ടമി എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലദ്വാരത്തിൻ്റെ രണ്ട് ഓപ്പണിങ്ങും, അകത്തുള്ള ഓപ്പണിങ്, മലദ്വാരത്തിൻ്റെ അകത്തുള്ള ആ ഓപ്പണിങ്ങും മലദ്വാരത്തിന് വെളിയിൽ സ്കിന്നിലോട്ടുള്ള ഓപ്പണിങ്ങും ചേർത്ത് ആ വഴി മൊത്തത്തിൽ എടുത്ത് കളയുന്നതിനാണ് ഫിസ്റ്റുലെക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു മുറിവ് കാണും. ആ മുറിവ് പൊതുവെ അകത്തുനിന്ന് തന്നെ കരിഞ്ഞ് വരിക എന്നുള്ളതാണ് ആ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ വേറെ ബാക്കിയൊന്നും കിടക്കാണ്ട് അത് അടഞ്ഞു പോയി കംപ്ലീറ്റ്ലി അത് ഹീലായി കഴിഞ്ഞാൽ ചെറിയൊരു ഫൈബ്രോസിസ് കാണും, എന്നാലും ബാക്കിയുള്ള മുറിവ് കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂറായി അടഞ്ഞു പോകുന്നതായിരിക്കും. പിന്നീട് ഇത് തിരിച്ചു വരാൻ ഉള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മൾ ആ പ്രൈമറി എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കത് തിരിച്ചു വരുന്ന ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ക്രോൺസ് ഡിസീസ് ഉള്ള ഒരാൾക്ക് ആ ഡിസീസ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഫിസ്റ്റുല തിരിച്ചു വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മുടെ ഡയറ്റ് ഹാബിറ്റ്സ് കൊണ്ട് വന്ന ഒരാൾക്ക് ഫിസ്റ്റുല എടുത്ത് കളഞ്ഞാലും പിന്നീട് അത് തിരിച്ചു വരാനുള്ളൊരു കാരണം അവർ ആ ഡയറ്റ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ഡയബറ്റീസ് ഉള്ളവർ, ഒബീസിറ്റി, കൂടുതലുള്ളവർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതേപോലെ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഫിസ്റ്റുല തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഫിസ്റ്റുല വരുന്നതെന്ന് കണ്ടുപിടിക്കുക. ആ കാരണങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഈ ഫിസ്റ്റുല തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് പക്ഷേ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. 100% ഫിസ്റ്റുല നമുക്ക് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. റിക്കറൻസും അതുപോലെ തന്നെ നമുക്ക് തടയാൻ പറ്റും. നമ്മളതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് തടഞ്ഞു. താങ്ക് യു.